ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി നമ്മുടെ കർണാടക ടൂറിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ മംഗലാപുരത്തുനിന്ന് ഒരു 30-35 കിലോമീറ്റർ ദൂരമുള്ള കട്ടിയിൽ എന്നൊരു സ്ഥലത്ത് ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു, ദുർഗാ പരമേശ്വരി ക്ഷേത്രം. അപ്പോൾ അവിടെ അക്കോമഡേഷനൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ അടുത്ത സ്റ്റേഷൻ നോക്കി നമ്മളിപ്പോൾ യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. രാവിലെ ഒരു ചായ കുടിച്ചു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് വഴിയിൽ വെച്ച് നമുക്ക് എവിടെ നോക്കാം. അപ്പോൾ അങ്ങനെ വിശേഷങ്ങളുമായി വീണ്ടും വരാം. അപ്പോൾ വഴിയിലൊക്കെ നമുക്ക് എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. ഇതിപ്പോൾ ഇനി ഇവിടെ നിന്ന് ഒരു 24 കിലോമീറ്ററിൽ ഏതൊരു പോയിന്റ് ഉണ്ട്. നമുക്ക് അവിടെ എന്താ സംഭവം നോക്കിയിട്ട് കണ്ടിട്ട് പോവാം. അപ്പോൾ നമ്മുടെ കർണാടക വഴിയിലെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്, 2ാം ദിവസം. അപ്പോൾ ഇന്ന് നമുക്ക് എന്തൊക്കെയാണ് ഇന്ന് നമുക്ക് കാണാനുള്ളതെന്ന് നോക്കാം. അത് കണ്ട് വിശേഷങ്ങളുമായിട്ട് വരാം. ഇവിടുത്തെ എന്താണ് എന്നൊന്നും അറിഞ്ഞുകൂടാ, എന്നാലും വഴിയിൽ കാണുന്ന നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. വഴിയിൽ കാണുന്ന കാഴ്ചകളിൽ നോർമൽ കാലാവസ്ഥയാണ്, നമ്മുടെ നാട്ടിലുള്ള അതേ കാലാവസ്ഥയാണ്. തണുപ്പൊന്നുമില്ല, നോർമൽ. രാവിലത്തെ ചെറിയൊരു തണുപ്പ് മാത്രമേ ഉള്ളൂ, വേറെ നോർമൽ കാലാവസ്ഥയാണ്. താഴേക്കൂടെ വെള്ളം ഒഴുകുന്നുണ്ട്. അടിപൊളിയാണല്ലോ. ഹായ് ഫ്രണ്ട്സ്, ഇത് കണ്ടോ, നമ്മളങ്ങനെ ടാർ റോഡ് അങ്ങ് അവിടെ അവസാനിച്ചു. ഇതൊരു നാഗുണ്ടി ഫാൾസ് എന്ന് പറയുന്നതാണ്. കാട്ടിലാണ്, മൊത്തം ചുറ്റിലും കാടാണ്, വനംപ്രദേശമാണ്. റിസർവ് ഫോറസ്റ്റ് ആണെന്ന് അറിഞ്ഞുകൂടാ. ഇനി നരിയോ പുലിയോ എന്ന് തലക്ക് ജമ്പ് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇവിടുന്ന് നല്ല വെള്ളത്തിൻ്റെ നല്ല സൗണ്ട് കേൾക്കാം. അപ്പോൾ ഗൂഗിൾ അമ്മച്ചി ഇവിടെ നമ്മളെ കൊണ്ട് നിർത്തി. അപ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. എടാ, താഴോട്ട് പോകാം. അതിലേ പോയിട്ട് വരുന്നത് ഇതിലേ പോയിട്ട് കാണാൻ പറ്റില്ല. വഴിയുണ്ടല്ലോ, പോയി നോക്കാം. വാ. ഇവിടുന്ന് അത്രേ ഉള്ളൂ, വാക്കബിൾ ഡിസ്റ്റൻസ്. പുലിയേറ്റം ചാടി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ പിന്നെ ഫോട്ടോ എടുക്കാം, പോസ്റ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ. വണ്ടി പോവാതിലൂടെ പോവായിരുന്നോ? വേണ്ട, ഓഫ് റോഡ്. വണ്ടി പോകൂടാ, വണ്ടി എടുത്ത് കേട്ടാ. ഇതല്ലേ ഒഴുകുന്നു. ഇത് ചെറിയ തോട്. അത് നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് വേണം അങ്ങോട്ട് കിടക്കാം. നീ ഗേറ്റ് എന്ന് പറഞ്ഞില്ലേ. നാട്ടുവഴികളിലൂടെ നടക്കാം. വള്ളിപ്പടർപ്പുകൾ ഉണ്ടോ? അയ്യ, വെള്ളം അവിടെ, ചെളി വെള്ളം. അവിടെ മീനുണ്ടോ? മീൻ നടക്കൂട്ടപ്പാ. അയ്യോ, പാമ്പ്. നീർക്കോലി വെള്ളത്തിൽ കളിക്കുകയാണ്. ബ്യൂട്ടിഫുൾ പ്ലേസ്. കാല് തെറ്റിയ കുഴിയിൽ വീഴുന്ന വെള്ളത്തിൽ വീണ് നിന്നെ മുതലടിക്കുകയും. മീനുണ്ടാവും, ഇഷ്ടം പോലെ ഉണ്ടാവും, മുതലുണ്ടാവും. സൈലൻ്റായ പ്ലേസാണ് കേട്ടോ. കാട്ടിനകത്ത് ജനവാസം ഇപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ രാവിലത്തെ നല്ല കാലാവസ്ഥ ഉണ്ടാവും. ഇവിടെ ഒരു ഡാം കെട്ടിയിട്ട് വെള്ളത്തിനെ കെട്ടി നിർത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് പോകുന്ന വെള്ളമാണ് ഈ വെള്ളച്ചാട്ടം പോലെ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ കുറച്ച് ഷട്ടർ ഏതോ തുറന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കെട്ടി നിർത്തിയിരിക്കുന്നത് കൃഷി ആവശ്യത്തിനോ അങ്ങനെ എന്താണ് ഒന്നും അറിഞ്ഞുകൂടാ. പക്ഷേ ഇവിടെ ഒരു നിയന്ത്രണമാണ് ഇവിടെ.
വെള്ളത്തിന്. ഇവിടുന്ന് വേറെ പമ്പിങ് അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഈ പ്രദേശത്ത് എവിടെയും നമുക്ക് ഇലക്ട്രിക് ലൈനോ അങ്ങനത്തെ ഒന്നും കാണാൻ പറ്റില്ല. ഇവിടെയൊക്കെ ചതുപ്പ് നിലം വെള്ളം കെട്ടിക്കിടക്കുവാണ്. ആ സൈഡ് മലയാണ് കേട്ടോ. അവിടെയൊന്നും വീടുകളൊന്നുമില്ല. പക്ഷെ മനോഹരമായ പച്ചപ്പുള്ള സ്ഥലമാണ്. ബ്യൂട്ടിഫുൾ പ്ലേസ്. വാവ്, പാറക്കെട്ടുകളാണ് മൊത്തം. അപ്പോൾ വെള്ളത്തിനൊന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഉദ്ദേശം. അല്ലാതെ ഇവിടെ ഒന്നും പ്രൊജക്റ്റൊന്നും കാണാനില്ല. ഇതാണ് ഡാം കേട്ടോ. ചെറിയ ഡാമാണ്. അപ്പോൾ ചെറിയ ചെറിയ ഷട്ടറുകളാണ്. ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റുന്ന ഷട്ടറാണ്. അല്ലാതെ നമുക്ക് മെഷീൻ വെച്ചിട്ട് തുറക്കുന്ന ഷട്ടറുകളല്ല. ഇതാ ഷട്ടർ കമിഞ്ഞ് പറയുകയാണ്, അല്ലാതെ തുറന്നു വിട്ടതല്ല. മൊത്തം പാറക്കൂട്ടാണ്. രണ്ട് സൈഡും മലയിടുക്കിലൂടെ ആണ് ഈ സംഭവം. കണ്ടോ, മനോഹരമായ സ്ഥലമല്ലേ. ഇവിടെയൊക്കെ ആൾക്കാർ ധാരാളം വന്നിട്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ, ഇപ്പോൾ ഇന്നലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. തണ്ണിമത്തനൊക്കെ ഇവിടെ വെട്ടിയിട്ടിട്ടുണ്ട്. ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. പ്ലാസ്റ്റിക് മൊത്തം ഇവിടെയൊക്കെ വെട്ടിയിട്ടുണ്ട്. വാവ്, നല്ല ലൊക്കേഷൻ കേട്ടോ. മനോഹരമായ സ്ഥലം. കരിമ്പാറ കൂട്ടങ്ങളുടെ ഇടയിലൂടെയാണ് ഈ വെള്ളം ഒഴുകുന്നത്. പാൽനുര. ആഹാ, ഇങ്ങോട്ട് വേടാ. ഇവിടെ പ്രത്യേകിച്ച് ടൈമിംഗ് ഒന്നുമില്ല കേട്ടോ. ഇവിടെ ആരും വരുന്നതിന് പോകുന്നതിന് ഒന്നും പ്രത്യേകിച്ചില്ല. ഓപ്പൺ ഏരിയ ആണ് ഇത്. നമുക്ക് ആ സ്ഥലത്തിൻ്റെ പേരെന്താണ് പറഞ്ഞത്? കട്ടിയിൽ. കട്ടിയിൽ നിന്ന് ഏകദേശം നമുക്കൊരു 24 കിലോമീറ്റർ വന്നു കഴിഞ്ഞു. മൂടിബിദ്രി റൂട്ടിലാണ് ഇത് കേട്ടോ. കർണാടക മൂടബിദ്രി റൂട്ടിലാണ്. കട്ടിയിൽ ടു മൂടബിദ്രി റൂട്ടിലാണ്. ഇവിടുന്ന് ഒരു 9-10 കിലോമീറ്റർ പോയാൽ മൂടബിദ്രി. തെങ്ങിൻ തോപ്പുണ്ട്. അവിടെയൊക്കെ ഒരു വീടുണ്ട്. ദൂരം ഇടയിൽ വീടുണ്ട്. പക്ഷേ ഇവിടുന്ന് ഇങ്ങോട്ട് മൊത്തം വനം പ്രദേശമാണ്. ചിലപ്പോൾ ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട്. ചെരുപ്പ് കാലിൽ നിന്ന് വിട്ടാൽ കയ്യിൽ ചെരുപ്പ് കാലിനല്ലേ അല്ലേ, പിന്നെ കിട്ടൂല. അതുകൊണ്ട് ഇവിടെ കിടക്കട്ടെ. വഴുക്കുണ്ടോടാ. വഴുകിപ്പോയി കഴിഞ്ഞാൽ പോയി. ഇവിടെ പിടിക്കാനൊന്നും ആരുമില്ല. ഇല്ല, നല്ല റഫാണ് ഇവിടെ കേട്ടോ. ബ്യൂട്ടിഫുള്ളാണ്. നല്ല പ്ലേസ്. സൂപ്പർ. നല്ല ആംഗിൾ. അടിപൊളി. ഉള്ളിക്കൂടൊക്കെ വഴിയുണ്ട് അങ്ങോട്ട് കയറിപ്പോയി കാട്ടിലോട്ട്. നല്ല തണുത്ത വെള്ളം. കണ്ണീർ പോലുള്ള നല്ല തണുത്ത വെള്ളം. ശുദ്ധമായ വെള്ളം. ഇതൊരു വെള്ളമാണ്. നല്ല ചെറിയ കുഞ്ഞു മീനുകൾ അതിനകത്തുണ്ട്. ചെറിയ പൊടി മീനുകൾ. വേറെ വിശേഷമൊന്നുമില്ല. പക്ഷെ കാണാൻ ചന്തമുള്ള നല്ല സ്ഥലം. അടിപൊളി. കുളിക്കാൻ തോന്നുന്നുണ്ട്. നമുക്ക് കുളിച്ചാലോ? തോർത്തൊക്കെ വണ്ടിയിലല്ലേ ഉള്ളത്. കുളിക്കാൻ ഒന്ന് മുങ്ങി കുളിക്കാൻ. അടിപൊളി. സൂപ്പർ സ്ഥലം. വേനൽക്കാലത്തൊക്കെ വലിയ ഉപകാരമാണ് ഇത്രയും വെള്ളം. നല്ല പ്രദേശം. ഹായ്. ഡാം സൈറ്റ്. ഇവിടെ പുതിയ അറ്റൻഷൻ്റെ ഒരു പോസ്റ്റ് അവിടെ കുത്തിയിരിക്കുന്ന ടവർ കണ്ടോ. ലൈൻ പോകുന്നുണ്ട്. ദൂരെ ഒരു ടവർ കുടിച്ചിട്ടുണ്ടോ? ലൈൻ കമ്പിയുടെ പുതിയ ടവറിൻ്റെ വർക്ക് നടക്കുന്നു. അല്ലല്ല, മൊബൈൽ ടവർ അല്ല അത്. അതിൻ്റെ മണ്ടയിൽ സൈഡിലൊക്കെ ഇനിയും ആക്കും. കൊള്ളാം അല്ലേ? ഏത് കുഴി? അയ്യോടാ, അതെങ്ങനെ ഇങ്ങനെ റൗണ്ട് ആയത് ഇവിടെ? അപ്പോൾ ഒരു കല്ല് വീണിട്ട് പിന്നെ ഇതിനകത്ത് കല്ലിങ്ങനെ അരകല്ല് പോലെ മിക്സി പോലെ ഇങ്ങനെ റൗണ്ട് ആവും വെള്ളത്തിൻ്റെ ഒഴുക്കിൽ അല്ലേ? അപ്പോൾ ഈ ഒഴുക്കിൽ ഇങ്ങനെ അരഞ്ഞ് റൗണ്ട് കുഴിയാവുന്നതാ. അത് കൊള്ളാമല്ലോ. അപ്പോൾ ഇതിനകത്ത് കല്ല് വീണിട്ടാകുമ്പോൾ അതിങ്ങനെ കറങ്ങും വെള്ളത്തിൽ. അപ്പോൾ കറങ്ങി തേയ്മാനം വന്ന് വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ റൗണ്ട് പോലെ ആവും. ആഹാ,
ഈ ഒരു കല്ലിൻ്റെ പ്രത്യേകത ഉണ്ടോ? വേറെ ഒരു കല്ലിനില്ലേ ഈ പ്രത്യേകത? ഈ വെള്ളം ഒഴുകിയിട്ട് ഈ സോഫ്റ്റായ സ്ഥലങ്ങളൊക്കെ അലിഞ്ഞു പോയിട്ട് ബാക്കി ബലമുള്ള സ്ഥലങ്ങളൊക്കെ അവിടെ നിൽക്കുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഒരു കുഴി, മനോഹരമായ ചെറിയൊരു കുഴിച്ചെടുത്ത പോലെ ഒരു കുഴി അതിനകത്തേക്ക് പോകണം. അത് ശരിയാണ് കേട്ടോ. വേറെ പാറക്ക് അങ്ങനെ ഒരു ഇതില്ല. ഇതൊരു സോഫ്റ്റായ പാറയാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ചൊരു ഡിസൈൻ രൂപപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. കൊള്ളാം. ഇറങ്ങി ഇതിൻ്റെ സൈഡിലൂടെ ഒഴുകിയിട്ട് ഇത് കുറച്ച് സമതല പ്രദേശമാണ്, ഫ്ലാറ്റായിട്ടുള്ള പാറയാണ്. ഇതിനകത്തൂടെ വെള്ളം വീണ്ടും ഒഴുകുന്നുണ്ട്. ഈ സൈഡിലൂടെ കുറച്ച് ശക്തിയിൽ ഒഴുകുന്നുണ്ട് കേട്ടോ. മൈ ഗോഡ്. ഈ കാട്ടിനുള്ളിലൂടെ ഒഴുകി അവിടെ ഒരു ഡാം പോലെ ആയിട്ടുണ്ടടാ. അവിടുന്ന് ഉരുൾപൊട്ടിയപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ അങ്ങ് പോകില്ലേ? അവിടെ ഒരു ഇത് കെട്ടിയിട്ടുണ്ടല്ലോ, സിമെൻറ്റ് ഇട്ടിട്ട് അങ്ങ് അവിടെ പറമ്പിൽ വെള്ളം കയറാതിരിക്കാനോ? കിണറോ എന്തോ അത്? അമ്പലോ? എവിടെ? പാറയ്ക്കുള്ളിൽ അമ്പലോ? ഒരുതരം ചെടിയുണ്ടോ, പുല്ല്, നല്ല മുത്തുമണി പോലെയുള്ള പൂക്കളാണേ. കൊള്ളാതെ. ആഹാ, ഉണ്ടോ? കുഞ്ഞു കുഞ്ഞു പൂക്കളാണ്. പക്ഷിമൃഗങ്ങൾക്കുള്ള ആവാസ വ്യവസ്ഥ സൂപ്പറാണ് കേട്ടോ. വളരെ സൈലൻ്റായ, ഒരു ഡിസ്റ്റർബും ഇല്ലാത്ത, നമ്മളായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നേ ഉള്ളൂ, വേറെ ഒരു ഡിസ്റ്റർബും ഇല്ലാത്ത സൈലൻ്റായ ഏരിയ. പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ എവിടെ നിന്നൊക്കെയോ നാട്ടിൽ നിന്ന് ഒലിച്ചു വന്നുകൊണ്ട് ഇവിടെ കൊണ്ടിട്ടതുകൊണ്ട് പാടില്ല, അതൊന്നും ചെയ്യാൻ പാടില്ല. എവിടെ? അത് അവരെ പറമ്പിലുള്ള ഒരു ക്ഷേത്രം അങ്ങ് ദൂരെ, കമുകിൻ തോട്ടമൊക്കെ കാണുന്നുണ്ട് അവിടെ. കൊക്കിനൊരു മീൻ കിട്ടി. വേണ്ട, ഇവിടെയൊക്കെ കെട്ടി നിർത്തിയിട്ടുണ്ടോ? ഈ സൗണ്ടാണ് നമ്മൾ അങ്ങോട്ട് കേൾക്കുന്നത് അല്ലേ? ഉരുണ്ട് വീഴാൻ റെഡിയായി നിൽക്കുന്നു. വേറെ ജീവികളൊന്നും കാണാനില്ല. ഈ വെള്ളത്തിൻ്റെ സൗണ്ടാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് അവിടെ നിന്ന് കേട്ടത്. പാൽനുര പോലെ ഇങ്ങനെ പതഞ്ഞു പൊങ്ങുന്നു. എന്ത് രസാലേ! ഫോട്ടോ ഷൂട്ടിങ്ങിന് പറ്റിയ ഇടം കേട്ടോ, ഫിലിം ഷൂട്ടിങ്ങിനൊക്കെ. ബ്യൂട്ടിഫുള്ളാന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുള്ളാണ്. നമ്മുടെ മൊബൈൽ ക്യാമറയിലൊക്കെ ഒരു ലിമിറ്റില്ലേ ഇതിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കാൻ. അപ്പോൾ വലിയ വലിയ വൈഡായിട്ടുള്ള വലിയ കോസ്റ്റ്ലി ക്യാമറകളുണ്ട്, ലെൻസ് കൊണ്ട് ഇതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്താലുണ്ടല്ലോ, അതൊക്കെ മനോഹരമാക്കുന്നവരുടെ കയ്യിൽ കിട്ടിയാൽ അതിമനോഹരമാക്കും. നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി മാക്സിമം ഇതിനെ ഒപ്പിയെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് കർണാടകയിലെ ഒരു വനത്തിനകത്താണ്, ചെറിയ പക്ക ഒരു കുഗ്രാമത്തിനകത്താണുള്ളത് നമ്മളിപ്പോൾ. ഈ പ്രദേശത്ത് വീടുകളൊന്നുമില്ല. ഇത് ഏത് നദിയാഴിലേക്കാണ് പോകുന്നത്, എന്താണ് സംഭവം എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ ഇതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കുന്നതായിരിക്കും. അപ്പോഴല്ലേ ഇത് ഏതാ സംഭവം നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. ശ്രീകാന്ത് അന്തം വിട്ട് കുന്തം പിഴുകിയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അവനോടി ഇല്ലടാ. സുഹൃത്തുക്കളെ, പേര് കിട്ടിയിട്ടുണ്ട്. ഇത് കാഞ്ചിബെലി വാട്ടർഫാൾസ് ആണ് കേട്ടോ. നാഗുണ്ടി ഫാൾസ് എന്നും പറയേ. കാഞ്ചിബെലി വാട്ടർഫാൾസ് എന്നാണ് ഇവിടെ കിട്ടുന്ന പേര്. അപ്പോൾ നാഗുണ്ടി എന്ന സ്ഥലമാണിത്. അപ്പോൾ നാഗുണ്ടി ഫാൾസ് എന്നും പറയും. കുറേ ദൂരത്തേക്കുണ്ട്. ഇതങ്ങനെ പോയി, ഇത് ഒരു സൈഡാണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ വേറൊരു വഴിയിലൂടെ ഒഴുകുന്നുണ്ട് താഴോട്ട്. ഇനി നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റും തോന്നുന്നില്ല. അപ്പോൾ ഇവിടെ മൊത്തം വെള്ളമാണ്. ഇവിടെ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. കണ്ടോ, എന്തോ ഒരു കായാണ്, എന്തോ മുള്ളും കായ. തിന്നാവോ? തിന്നിട്ട് നീ ബോധം കെട്ടി ഇവിടെ കിടന്നിട്ട് എനിക്ക് ചോദിച്ചുകൊണ്ട് പോകാൻ വേണ്ടി
ഒരു പൂ കണ്ടോ, മൊത്തം കായാമ്പൂ വർണ്ണൻ. ഇതാ ബ്ലൂ കളറാണ്. എന്ത് രസമാണ് നോക്കി. ഉണ്ടോ കായാമ്പൂ പാട്ടൊക്കെ ഇല്ലേ? അപ്പോൾ ഇതാണ് ഈ കായാമ്പൂ എന്ന് പറയുന്നത്. നീലക്കാർ വർണ്ണൻ്റെ കാർവർണ്ണൻ്റെ കളറ്, നീലക്കാർ വർണ്ണൻ എന്നൊക്കെ പറയുന്നത്. കായാമ്പൂവിനെ പറ്റിയിട്ട് ഒരുപാട് മലയാളം പാട്ടുകളുണ്ട് നമുക്ക്, സിനിമയിലും കവിതകളും. ഇതാണ്, ആര് കാണാത്തവരിനി കണ്ടില്ലെന്ന് പറയരുത്, ഇതാണ് ആ സംഭവം. ഉണ്ടോ ഈ കൊറോണയുടെ വൈറസിൻ്റെ ഇതില്ലേ, ആ മുള്ളു പോലെ കണ്ടോ, അതുപോലെയാണ് ഇവനിരിക്കുന്നത്. എന്തൊരു ഭംഗിയാണെന്നറിയോ. ക്യാമറയിൽ നമുക്ക് അത്ര ക്ലാരിറ്റി ആയിട്ട് ഇവനെ കിട്ടുന്നില്ല, ഇഷ്ടം പോലെ ഉണ്ട്. ഇതിൻ്റെ തണ്ടിൽ തന്നെയാണ്, കമ്പിൽ തന്നെയാണ് പൂ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ, അതായത് ഇലയുടെ ഇടയിലല്ല ഉള്ളത്. മനോഹരമായ പൂ, നല്ലൊരു മണമുണ്ട് കേട്ടോ, നല്ലൊരു സ്മെല്ലുണ്ട്. നല്ല പൂവാണ്. പാറപ്പുറത്ത് അങ്ങനെ കിടക്കുകയാണ്. ഇനി നമുക്ക് ഇവിടുന്ന് യാത്ര തിരിക്കാം. ഇനി വഴിയിൽ എവിടെയെങ്കിലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അടുത്ത സ്റ്റേഷനിലോട്ട്. എടാ ഒരു ഞണ്ട് കിടക്കുന്നുണ്ടോ അവിടെ, കണ്ടോ? പക്ഷേ ക്യാമറയിൽ എങ്ങനെ കാണാൻ പറ്റും നോക്കട്ടെ. കല്ലിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അത് ഓടൂല്ലേ? നോക്കട്ടെ. ഇതോ ഉണ്ടോ, കല്ലിനിടയിൽ ഞണ്ട് കിടക്കുന്നുണ്ടോ? നമ്മൾ ഞണ്ടിൻ്റെ നാട്ടിൽ നിന്നല്ലേ വരുന്നത്, എന്നാലും ഈ കാട്ടിനകത്ത് ഈ വെള്ളത്തിനകത്തൊരു ഞണ്ട് കിടക്കുമ്പോൾ അതിനൊരു കാണാനൊരു കൗതുകം, അത്രേ ഉള്ളൂ. നമുക്ക് അവൻ്റെ അടുത്തോട്ട് പോയി നോക്കാമല്ലോ. ഓക്കെ, ഞണ്ട് തന്നെയാണ് ഇതിനിപ്പോൾ പറയാം. ഞണ്ട് എടാ, കൊച്ച് കണ്ടാൽ അല്ല, കൊച്ചല്ല, അത് പോയി, അത് ഓടിപ്പോയി. ക്യാമറ കണ്ടപ്പോഴും അവന് പേടി, അത് ഓടിച്ചു പോയി. മഴക്കാലത്ത് കയറി കൂടി. ഇതിലൂടെ നടന്നു പോകാനൊരു വഴി, അപ്പുറത്തൂടെ ഡാം. ഇവിടുന്ന് പോരാൻ തോന്നുന്നില്ല, ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ചു പോകാൻ തോന്നുന്നില്ല. അത്രയും നല്ല സ്ഥലമാണ്. വെയിൽ വന്നാൽ ഓടിക്കോളും. വൈകുന്നേരങ്ങളിലൊക്കെ, ലീവ് ദിവസങ്ങളിലൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് ഇവിടെ കാണാനുണ്ട്. യാ, യെസ്. മഴക്കാലത്തൊക്കെ ഇവിടെ കയറാൻ പറ്റില്ല കേട്ടോ, ഫുള്ള് നിറയും വെള്ളം. ഇപ്പോഴാണ് ശരിയായ സമയം. ഒരു ചാരക്കൊക്കെ ഇവിടെ ഇരിപ്പോ. ഓ, ചാരക്കൊക്ക് ഒന്നും കിട്ടിയില്ല രാവിലെ തന്നെ. ഇവിടെ അവിടെ ഇരുന്നു കേട്ടോ, ഇതുകൊണ്ടായിരിക്കുന്നു. അപ്പോൾ നമ്മളിവിടുന്ന് തിരിച്ചു പോകണം സുഹൃത്തുക്കളെ. യെസ്, കടയൊന്നാണെന്ന് അറിഞ്ഞൂടാ, പറയാൻ പറ്റില്ല. ചിലപ്പം കടയാണോ എന്നും അറിയില്ല കേട്ടോ. ഇവിടെ എല്ലാം ഇതുവഴി പോയിട്ടുണ്ട്, പക്ഷെ പറയാൻ പറ്റില്ല. സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ വിൽക്കുന്നിവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നതാണോ അല്ലോ ഒന്നും അറിഞ്ഞൂടാ എന്താണെന്ന്. വേറെ ബോർഡൊന്നുമില്ല. യാ, നീർക്കാക്ക മീൻ തിന്ന് വയറ് നിറഞ്ഞിട്ടിരിക്കുവാണ്. അപ്പം ഇതിനകത്ത് മീനൊന്നും പുറത്ത് കാണാനില്ലടാ. ഏയ്, മീനുകളൊന്നും കാണാനില്ലല്ലോ. പക്ഷികളുണ്ട് അപ്പുറത്ത്. ഞാൻ ഈ വെള്ളത്തിൽ വീഴപ്പോ പക്ഷിക്കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. സുഖല്ലേ, പൊന്മാനതായിരിക്കുന്നു. അപ്പോൾ ചെറിയ ചെറിയ മീനുകൾ ഉണ്ടാവും. കൊള്ളാം, മനോഹരമായ പ്രദേശമാണ്. എന്തോ ആയിക്കോട്ടെ അല്ലേ. മോളും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ? അത് മാംഗ്ലൂരേക്കാട്ട് പോകായിരിക്കും. അതങ്ങനെ പോട്ടെ. ഇവിടെ ഒരു ചെറിയൊരു ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെ വേസ്റ്റാണ് മൊത്തം. എന്തോ ചുഴിയുണ്ടോ? ഓക്കെ, നാട്ടുംപുറത്തെ വഴികൾ, ഉടുവഴികൾ.
രാവിലെ ആയതുകൊണ്ട് ബുദ്ധിമുട്ടില്ല, അല്ല വൈകുന്നേരം ഒന്നും കുഴപ്പമില്ലായിരുന്നു. വെയിൽ വന്നു കഴിഞ്ഞാൽ ഒന്നും ഒരു സുഖം ഉണ്ടാവില്ല. ഇവിടെ നല്ല അന്തരീക്ഷമാണ്. നമ്മുടെ കുട്ടസ് അങ്ങനെ ഓഫ് റോഡിലൂടെയാണ് പോകുന്നത്. അത്രയേ ഉള്ളൂ കേട്ടോ, ഒരു 100 മീറ്റർ. ഓഫ് റോഡൊന്നും പറഞ്ഞുകൂടാ, സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കട്ട് റോഡ് പോലെ. ഇവിടെ മഴക്കാലത്ത് കുറച്ച് ഉരുളൻകല്ല് കൊണ്ടിട്ടത് റോഡിൽ, അത്രയേ ഉള്ളൂ. ഇതൊക്കെ അല്ലൊരു ത്രില്ലല്ലേന്ന്. ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ കർണാടക യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഒരു പ്രദേശത്തേക്ക് നമ്മൾ യാത്ര പുറപ്പെടുകയാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നല്ല വിശേഷങ്ങളുമായി വരുന്നവരെ നമസ്കാരം. കോൺക്രീറ്റ് റോഡാണ് വീട്ടിൽ, വില്ലേജൊക്കെയുള്ള കോൺക്രീറ്റ് റോഡ്. ഇവിടെയൊക്കെ വീടുണ്ട്. ശരിക്കും നമ്മുടെ നാട്ടിൻ പ്രദേശത്തെ പണ്ട് കാലങ്ങളിലെ ഓടിട്ട വീടുകളാണ് കൂടുതൽ. അതുപോലെ നമ്മുടെ മലബാറിലൊക്കെ ഉള്ള, പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡിലെ വെട്ടുകല്ലുമാണ് മൊത്തം ഇവിടെ. ഇവിടെ വണ്ടികളൊക്കെ വെട്ടുകല്ലും കൊണ്ട് പോകുന്നത് നമുക്ക് കണ്ട് ലോഡ് ചെയ്ത് ഇവിടെയൊക്കെ ഇറക്കിയിട്ടുണ്ട്. നമുക്കിപ്പോഴും വെട്ടുകല്ല് കാണാം, കണ്ടോ? ഈ മതിലൊക്കെ കെട്ടിയിരിക്കുന്നതൊക്കെ വെട്ടുകല്ലാണ്. അപ്പോൾ ഇവിടെയൊക്കെ കല്ല് വെട്ടിൻ്റെ പണകളുണ്ട് എന്നുള്ളത് ഉറപ്പായി. രാവിലത്തെ കാഴ്ചകളാണ്. ഒരു ചേട്ടൻ പശുവിനൊക്കെ കൊണ്ട് ഇങ്ങനെ മേയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ പോകുന്നത് ഗ്രാമീണ കാഴ്ചകൾ.